ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ വാസുവിൻ്റെ തോക്കിൻ്റെ ആ ഒരു മുനയിൽ നിന്ന് തലനാരിഴയ്ക്ക് നമ്മുടെ വിക്രത്തെ രക്ഷപ്പെടുത്തി വേദയും അതുപോലെ ജോസഫും കൂടി കടത്തിക്കൊണ്ട് പോരുന്ന വഴിക്കോ ഇഷിത എന്ന് പറയുന്ന തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി അവരുടെ ഫാം ഹൗസിലും എത്തി. അവിടെ ചെന്ന് ഇഷിതയും വേദയും കൂടെ ചേർന്ന് നമ്മുടെ വിക്രത്തിൻ്റെ കാലിൽ കയറിയിരുന്ന ആ ബുള്ളറ്റും പുറത്തെടുത്ത് എല്ലാം വളരെ ക്ലീൻ ചെയ്ത് എല്ലാം മുറിവുകളും വെച്ച് കെട്ടി എല്ലാം ഓക്കെ ആക്കി. വിക്രമാണെന്നുണ്ടെങ്കിലോ വേദന കൊണ്ട് പൊളഞ്ഞ് കരയാണ്. അങ്ങനെ കരഞ്ഞ് പാപം വിക്രം തകർന്നിങ്ങനെ ഇരിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് എല്ലാം ഭംഗിയായി അവസാനിച്ചു. അതായത് മുറിവൊക്കെ വെച്ച് കെട്ടി എല്ലാം ഇതായി. വിക്രം ഇങ്ങനെ വേദന എടുത്ത് ഇങ്ങനെ അവിടെ കിടക്കുന്നു. ഈ സമയത്ത് വേദയും ഇഷിതയും കൂടി സംസാരിക്കുകയാണ്. എന്താ ശരിക്കും വേദ സംഭവിച്ചത്? എങ്ങനെയാണ് ഇങ്ങനെ ബുള്ളറ്റൊക്കെ കാലിൽ തറഞ്ഞു കയറിയത്? അതിന് മാത്രം എന്താ സംഭവിച്ചതെന്നൊക്കെ ഇഷിത ചോദിക്കുന്ന സമയത്ത് ഇഷിതയോട് വിവരങ്ങളെല്ലാം നമ്മുടെ വേദ പറയുക. വിക്രവും താനും അകന്ന് കഴിഞ്ഞതിനെ പറ്റിയും പിന്നെ ഇപ്പോൾ ദേ വാസുവൻ എന്ന് പറയുന്ന MLAയുടെ മകൻ വരുണിനെ ആരോ കൊലപ്പെടുത്തി, അത് വിക്രമാണെന്നാണ് ലോകം മുഴുവനും മുദ്ര കുത്തിയിരിക്കുന്നതും പറയുന്നതും. എല്ലാവരും ചേർന്ന് വിക്രമാണ് മകനെ കൊന്നതെന്ന് പറഞ്ഞത് കേട്ട് വാസുവൻ വിക്രത്തെ കൊല്ലാനായിട്ട് പിറകെ തന്നെ ഉണ്ടെന്നും അതുപോലെ വിക്രം ഒളിച്ചിരുന്ന സ്ഥലത്ത് വന്ന് വിക്രത്തെ വെടിവെച്ചതാണെന്നുള്ള കാര്യവും പറയുവാണ്. അപ്പോൾ ഒരു കാരണവശാലും വിക്രം തന്നെയാണ് അത് ചെയ്തതെന്ന് ഇഷിത ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും വിക്രം അത് ചെയ്യില്ല എന്നും വിക്രത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യവും വേദ പറയാം. പിന്നെ വരുണും നമ്മുടെ വേദയുടെ അനിയത്തി ദീപ്തിയായിട്ടുള്ള പ്രണയത്തെ പറ്റിയും അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് ഞാനും വിക്രവും വാക്ക് കൊടുത്തിരുന്നതാണെന്നുള്ള കാര്യവും എല്ലാം വ്യക്തമായി വേദ ഇഷിതയോട് പറയുക. അങ്ങനെ ഇരിക്കെ വിക്രം ഒരിക്കലും ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യില്ല എന്നും ഉറപ്പിച്ച് തന്നെ വേദ പറയുന്നു. അതെല്ലാം പറയുന്നത് കേട്ടപ്പോൾ ഇഷിത എല്ലാം മനസ്സിലാക്കി. അപ്പോൾ ഈ കേസ് തെളിയുന്നത് വരെ ആരാണോ ഇതിൽ തെറ്റുകാരൻ അത് ആ ഒരു വ്യക്തി പുറത്തു വരുന്നത് വരെ വിക്രത്തെ പുറം ലോകം കാണാൻ പാടില്ല എന്നും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും വിക്രത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യുമെന്നുള്ള കാര്യം പറയാം. അപ്പം നീ എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഇഷിതയും വേദയും കൂടെ മാറി നിന്ന് സംസാരിക്കുക കേട്ടോ. അപ്പോൾ നീ എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നിനക്കറിയാവോ എന്ന് ഇഷിത ചോദിക്കുമ്പം എനിക്കത് അറിയാം, പക്ഷേ അത് വിക്രം അറിയാൻ പാടില്ല എന്നുള്ള കാര്യം വേദ പറയുക. വിക്രം അത് അറിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല എന്ന കാര്യവും. അങ്ങനെ വേദ ഇഷിതയോട് വിവരങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇഷിത വരെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ കേസിൽ യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരുന്നത് വരെ നിനക്ക് വിക്രത്തെ ഒളിപ്പിച്ചേ പറ്റുമല്ലേ? അപ്പോൾ എന്ത് ചെയ്യാനായിരുന്നു നിൻ്റെ പ്ലാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദ ഉദ്ദേശിച്ചത് ചക്രപാണി സാറിൻ്റെ ഓഫീസിൽ വിക്രത്തെ ഒളിപ്പിക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അക്കാര്യം ഇങ്ങനെ വേദ ഇഷിതയോട് പറയുമ്പം അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്ന് ഇഷിത പറയാം. അതെന്തുകൊണ്ട് പറ്റില്ല എന്ന് വേദ ചോദിക്കുമ്പോൾ അതൊരു വക്കീൽ ഓഫീസാണ്, അവിടെ എപ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വിക്രം ഒരിക്കലും അവിടെ സേഫായിട്ടുള്ളൊരു കാര്യമല്ല എന്ന കാര്യവും പറയുക. അതുകൊണ്ട് തന്നെ ആർക്കും അറിയാൻ പറ്റാത്തൊരിടത്ത് വേണം നീ വിക്രത്തെ ഒളിപ്പിക്കാനെന്നും അത് ഈ ലോകത്ത് എനിക്കും നിനക്കും മാത്രമേ അറിയാനും പാടുള്ളൂ എന്നും പറയുവാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഞാൻ എന്ത് ചെയ്യും എന്ന് വേദ ചോദിച്ചപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഇഷിത തന്നെ അതിനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. വിക്രത്തെ ആരും അറിയാതെ താമസിപ്പിക്കാനായിട്ടൊരു സ്ഥലം വേദയ്ക്ക് ഇഷിത തന്നെ സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അങ്ങനെ വിക്രം താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിക്രത്തെ ആരും കണ്ടുപിടിക്കാനോ വിക്രം എവിടെയാണെന്ന് അറിയാനോ പോകുന്നില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറയണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനമായി വേദയ്ക്ക്. അപ്പോൾ ഇനി ഒരു കുഴപ്പങ്ങളും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പും വേദയ്ക്ക് ഇഷിത കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ കൺവെട്ടത്ത് അപ്പോൾ താൻ കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടെന്നും ആ ഒരു സമയത്ത് വിക്രത്തിൻ്റെ കാലിലെ മുറിവും കാര്യങ്ങളും ഒക്കെ വെച്ച് കിട്ടി അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യാനൊക്കെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, വിക്രത്തിന് ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ പറയാം. അങ്ങനെ ഇവരിതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ടെല്ലാം സെറ്റാക്കി അതിന് ശേഷം വിക്രത്തിൻ്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ കയറി ചെല്ലുമ്പോൾ തൽക്കാലം വിക്രം ഒന്ന് മയങ്ങി. കാരണം ആ വേദന ആ ബുള്ളറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ വേദന കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വിക്രം ഇങ്ങനെ പാതി മയക്കത്തിലാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ പതുക്കെ തട്ടി വിളിച്ചു, ഞാൻ പോവുകയാണെന്നും ഇനി എന്നെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്നും പറഞ്ഞു വേദ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വിക്രം ആണെങ്കിൽ വേദയോട് തലയൊക്കെ ആട്ടി. വേദ എന്നിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വേദ വീട്ടിലേക്ക് ചെന്ന് ആരും അറിയാതെ അകത്ത് കയറി കൂടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെയായി.
രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും വാസുവൻ്റെ കൂടെ ഈ ശ്രീകാന്തും അതുപോലെ ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും കൂടെ വരിക വിക്രത്തിനെ വെടിവെച്ച് വീഴ്ത്തിയ ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഇവർ തമ്മിൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു. ഞാൻ അവനെ ഇന്നലെ അവിടെ ഇട്ട് വെടിവെച്ച് വീഴ്ത്തിയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എന്താ അവൻ ചത്തോ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുമ്പം ചത്തോ എന്നൊന്നും അറിയാൻ പാടില്ല, രാത്രി ഇരുട്ടായിരുന്നു, അവൻ എന്നെ കണ്ടതേ ഓടി, ആ ഓട്ടത്തിലാണ് ഞാൻ വെടിവെച്ചതെന്നുള്ള കാര്യം ഇയാൾ പറയുവാണ്. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്ന് ശ്രീകാന്ത് വാസുവിനോട് പറയുകയും ചെയ്തു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരി പോകാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അമ്മായച്ചനെ വിളിച്ച് ഈ സന്തോഷ വാർത്ത മരുമകൻ പറയുവാണ്, അവൻ ചത്ത് കാണും, അതിന് യാതൊരു മാറ്റവും ഇല്ല, വാസുവനല്ലേ വെടിവെച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായച്ചൻ മരുമകനോട് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുക. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോകാം, അവൻ്റെ രക്തം പുരണ്ട മണ്ണ് നമുക്കൊന്ന് കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇയാൾ ഈ ശ്രീകാന്തിനോട് പറയാം. അങ്ങനെ അവരെ വാസുവൻ്റെ കൂടെ ഈ വെടിവെച്ച് വീഴ്ത്തിയോടത്തേക്ക് പോയി അവിടെ ചെന്ന് നടന്നിങ്ങനെ പോരുവാണ്. അപ്പോൾ ഇവൻ ഒളിച്ചിരുന്ന സ്ഥലവും ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക വാസുവൻ. അങ്ങനെ വിക്രത്തെ ഓടിച്ച വഴികളും കാര്യങ്ങളും എല്ലാം വാസുവൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുക. ഇവരുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എന്നിട്ട് വെടിവെച്ച സ്ഥലവും വാസുവൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ രക്തവും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഇവിടെയും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഇവന്മാരിങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചാണ് അവനെ വെടിവെച്ച് വീഴ്ത്തിയതെന്നുള്ള കാര്യം വാസുവൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇവരിങ്ങനെ പതുക്കെ നടന്നു വന്നപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ കാലിൽ വെടി കൊണ്ട് ആ രക്തം വീണെടുത്ത് ആ രക്തം കറ ഇങ്ങനെ പുരണ്ട് കിടക്കുന്നു. ഇത് കണ്ടോ, അവൻ്റെ കാല്, അവൻ്റെ ദേഹത്തുനിന്ന് വീണ രക്തം ഇതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാസുവും പറയും. അപ്പോഴത്തേക്കും ശ്രീകാന്ത് വിക്രത്തിൻ്റെ രക്തമല്ലേ, അത് ഭയങ്കര ഇഷ്ടമുള്ളതാണല്ലോ, അവിടെ അങ്ങ് ഇരുന്നിട്ട് ഈ രക്തം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തൂത്ത് നോക്കി, ശരി മനുഷ്യരക്തം തന്നെ. ഇവനിങ്ങനെ എന്നിട്ട് ഇതെല്ലാം നോക്കി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക കേട്ടോ. അങ്ങനെയാണ് വെടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ എവിടെയെങ്കിലും കാണണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് അതിലേക്ക് നോക്കുന്ന ആ വിക്രത്തിനെയും കൊണ്ട് വേദ പോയ വഴി, ആ പോയ വഴികൾ ഇവന്മാരിങ്ങനെ നടന്നു വരും. അപ്പോൾ ഈ ബ്ലഡ് ഇങ്ങനെ ഇറ്റിറ്റ് വീണ് ഇങ്ങനെയാണല്ലോ നടന്നു വന്നത്. അത് ഇവന്മാർ നോക്കുവാണ്. അങ്ങനെ ഇവന്മാർ ഈ മൂന്നവന്മാരും കൂടി ഇങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വന്നപ്പോൾ ബ്ലഡ് സ്റ്റോപ്പായി. അപ്പോൾ ശ്രീകാന്ത് അവിടെ അങ്ങ് ഇരുന്നു. ഇവിടുന്ന് അപ്പുറത്തേക്ക് കാണുന്നില്ലല്ലോ ബ്ലഡ് എന്ന് ഇവന്മാരിങ്ങനെ പറയുന്നു. അപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് ഇവനൊന്ന് ചിരിച്ചു. ഈ ശ്രീകാന്ത് ചിരിച്ചു. അപ്പോഴേക്കും വാസുവൻ ചോദിച്ചു, എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്നൊരു സംശയം എന്നിങ്ങനെ ശ്രീകാന്ത് പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കാം. ഞാൻ നോക്കട്ടെ വാസുവാ, എന്തായാലും അങ്ങനെയാണോ എന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ ഞാൻ നോക്കട്ടെ, അതിനുശേഷം ഞാൻ വ്യക്തമാക്കി തരാമെന്നും ഈ ശ്രീകാന്ത് പറയുക. അപ്പോൾ വാസുവനൊന്നും മനസ്സിലായില്ല. വാസുവൻ ഇങ്ങനെ പൊട്ടനെ പോലെ അങ്ങനെ നിൽക്കുവാണ്. സ്വന്തം മകനെ കൊന്നു കളഞ്ഞവന്മാരുടെ കൂടി നിരപരാധിയായ ഒരുത്തനെ കൊല്ലാൻ വന്നവന് എന്ത് പറയാനാ, ഒന്നും പറയാനില്ലല്ലോ. വാസുവൻ ഇങ്ങനെ ഈ പൊട്ടന്മാരെ വിശ്വസിച്ച് അങ്ങനെ സ്വയം പൊട്ടനായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ ഇവന്മാർ സംസാരിച്ചതിന് ശേഷം ഇവന്മാരിങ്ങ് പോരുന്നു. അപ്പോൾ ശ്രീകാന്ത്, നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ശ്രീകാന്തിനോട് അമ്മായച്ചൻ ചോദിക്കുമ്പോൾ, ഞാൻ വേദയാണ് അച്ഛാ ഉദ്ദേശിച്ചത്. വിക്രം അവിടെ വരെ നടന്നു വന്നതിൻ്റെ ആ ഒരു കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മിക്കവാറും വേദ തന്നെ അവന് രക്ഷകനായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് വേദ ഈ വക കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അവൾ അറിയില്ലെന്നാണോ അച്ഛൻ്റെ വിചാരം? അവൾ നമ്മുടെ അരികിലാണ് നിൽക്കുന്നതെങ്കിലും അവൾ ഇപ്പോഴും അവനെ സ്നേഹിച്ചുകൊണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നതും സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക. പിന്നെ അങ്ങനെയുള്ളപ്പോൾ അവൾക്കിതൊക്കെ അറിയാനാണ് ബുദ്ധിമുട്ടെന്നൊക്കെ ഇങ്ങനെ ഇയാൾ ചോദിക്കുക ഈ ശ്രീകാന്ത് അച്ഛനോട്. എന്തായാലും ഇതിൻ്റെ പിറകെ നമുക്കൊന്ന് പോയി നോക്കാം. വേദ തന്നെയാണ് വിക്രത്തെ ഒളിപ്പിച്ചിരിക്കുന്നത്, അതിനൊരു മാറ്റവും ഇല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയുക ഈ ശ്രീകാന്ത് അമ്മായച്ചനോട്. അങ്ങനെ അമ്മായച്ചനും മരുമകനും കൂടി ഇങ്ങനെ വേദയെ പറ്റിയും അതുപോലെ വേദ ഒളിപ്പിച്ച വിക്രത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറയും. എന്തായാലും അവൻ അധിക കാലമൊന്നും ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല, അവൻ അധിക ആയുസ്സും ഇല്ല, അവൻ്റെ കാര്യം കട്ടപ്പോകുകയാണ്, അവൻ അവസാനിച്ചതാണ് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മായച്ചനും കക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഈ ചിരിയും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ അവസാനിച്ച് ഇവരങ്ങ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഇഷിത വന്ന് വിക്രത്തിൻ്റെ കാല് ഡ്രസ്സ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ വിക്രത്തോട് ഇഷിത പറഞ്ഞു, വിക്രം മുറിവ് ഡ്രസ്സ് ചെയ്യാറായെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം ഇങ്ങനെ കിടന്നു. ഇഷിത വന്ന് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദയെപ്പറ്റി അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് വേദയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വിക്രം ഇഷിതയോട് ചോദിക്കുകയാണ്. വേദ എങ്ങനെയായിരുന്നു, വേദയുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എനിക്കെന്നാലും നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴേ അതിശയമാണെന്ന് ഇഷിത പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചേ. അല്ല, അവൾ ഒരിക്കലും ഒരു പ്രണയവിവാഹത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല, അങ്ങനെ ഒരാളായിരുന്നില്ല അവൾ. മാത്രമല്ല അവൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ലെന്ന് പറയുമ്പം ഒരിക്കലും ഞങ്ങളുടേതൊരു പ്രണയവിവാഹം ആയിരുന്നില്ലല്ലോ എന്ന് വിക്രം പറഞ്ഞു.
അതെ, അതെനിക്കറിയാം. വീട്ടുകാരാലോചിച്ച് വീട്ടുകാർ കാണിച്ചു കൊടുക്കുന്ന പയ്യന് വിവാഹം കഴിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതായിരുന്നു അവളുടെ തീരുമാനവും. എന്തൊരു കാര്യത്തിനും വ്യക്തമായ തീരുമാനവും വ്യക്തമായ വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു വേദ. അങ്ങനെയുള്ള വേദ എങ്ങനെ വിക്രത്തിൻ്റെ ഒപ്പം ചേർന്ന് ഇത്രമേലൊക്കെ മാറിയെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ വേദയെ പറ്റിയുള്ള രഹസ്യങ്ങളൊക്കെ നമ്മുടെ ഇഷിത വിക്രത്തോട് പറയുന്നു. വിക്രത്തോട് ഇഷിത പറയുന്നത് കേട്ടപ്പോൾ വിക്രത്തിന് ഇരട്ടി സ്നേഹം വേദയോട്. അപ്പോൾ വേദയാണെങ്കിൽ നല്ലൊരു കുട്ടിയായിരുന്നു എന്നുള്ള കാര്യം വിക്രമത്തോട് ഇഷിത പറയുകയും ചെയ്തല്ലോ. അപ്പോൾ വിക്രം പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കലും ഒരു പെൺകുട്ടിയോടൊപ്പമുള്ള ഒരു ജീവിതം ഞാനും ആഗ്രഹിച്ചിട്ടില്ല. ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ട് വേണമെന്ന് തോന്നിയിട്ടുമില്ല. വേദ വരുന്നത് വരെ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വേദ വന്നതിന് ശേഷവും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നും വിക്രം പറയാം. പക്ഷെ ഇപ്പോൾ എന്താ മാറ്റം സംഭവിച്ചതെന്ന് ഇഷിത ചോദിച്ചു. ഇപ്പം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അത് വേദയോട് ചോദിച്ചാൽ മതി എന്ന് വിക്രം ഇഷിതയോട് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും അതായത് ഇഷിതയും വിക്രവും ചേർന്ന് വേദയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ തോരാതെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വേദ വീട്ടിൽ കാണാതെ അല്ലെങ്കിൽ ഓഫീസിൽ കാണാതെ പാത്തും പതുങ്ങിയും വിക്രത്തെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പതുക്കെ കയറി വന്ന് വേദ ഇങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം വിക്രത്തെ കാണണം. വിക്രത്തെ കണ്ട് വിക്രത്തിൻ്റെ സിറ്റുവേഷനും ആരോഗ്യവും എല്ലാം അന്വേഷിച്ചറിഞ്ഞ് വിക്രം ഓക്കെ ആണോ എന്നറിഞ്ഞിട്ട് വേണം വേദയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ വിക്രം വേദയുടെ കസ്റ്റഡിയിലുണ്ടെന്ന് മനസ്സിലാക്കി ഇനി വേദയെ പിന്തുടരാനായിട്ട് തുടങ്ങും ശ്രീകാന്ത്. അത് വേദ അറിഞ്ഞാൽ വേദയ്ക്ക് രക്ഷപ്പെടാം, വിക്രത്തിനും രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഇവന്മാരെന്തൊക്കെ ഒപ്പിച്ചു വയ്ക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.